ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗൻ്റെ പുസ്തകം 3ഉം 4ഉം അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ 22 വാക്യങ്ങളാണുള്ളത്, 2 തലക്കെട്ടുകളും. 1-ാമത്തെ തലക്കെട്ട് ഓരോന്നിനുമുണ്ട് സമയം. അത് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് കാണുന്നത്. സുഖദുഃഖ സമ്മിശ്രമായ ഈ ലോകജീവിതത്തിൽ സന്തോഷിക്കാനും ദുഃഖിക്കാനും സമ്പാദിക്കാനും നഷ്ടപ്പെടുത്താനും ഒരു സമയം ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് പുതിയ നിയമത്തിൽ റോമ 11:33 ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന പൗലോസ്ലീഹായെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാമത്തെ തലക്കെട്ട് എവിടെയും അനീതി. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇത് കാണുന്നത്. ന്യായപീഠത്തിൽ പോലും അനീതി കാണുന്നു എന്ന് പറയുന്നു. പൊടിയിൽ നിന്ന് വന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് പറയുന്നിടത്ത് ഉൽപ്പത്തി 2:7 മനുഷ്യ സൃഷ്ടിയെ നാം ഓർക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 16 വാക്യങ്ങൾ മാത്രമുള്ള 4-ാമത്തെ അധ്യായത്തിൽ തലക്കെട്ടുകൾ ഒന്നുമില്ല. എവിടെയും അനീതി എന്നുള്ള 3-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഇത് കാണാവുന്നതാണ്. ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നിടത്ത് ജോബ് 3:16 ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന ജോബിനെയും ജെറമിയ 20:18 എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്ന് പറയുന്ന ജെറമിയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല എന്ന് പറയുമ്പോൾ കൂട്ടായ്മയോടെ മുന്നേറേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാക്കി തരുന്നു. കാരാഗ്രഹത്തിലായിരിക്കുന്നവന് സിംഹാസനത്തിലെത്താനുള്ള സാധ്യതയും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് 3ഉം 4ഉം അധ്യായങ്ങളിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 3-ാമത്തെ അധ്യായം 1-ാമത്തെ ചോദ്യം, ആകാശത്തിനു കീഴെ സമസ്ത കാര്യത്തിനും ഒരു ഡാഷ് ഉണ്ട്. ഉത്തരം അവസരം. 2-ാമത്തെ ചോദ്യം, 3-ാം അധ്യായത്തിൽ ഏത് വാക്യം മുതൽ ഏത് വാക്യം വരെയാണ് കാലത്തെക്കുറിച്ച് പറയുന്നത്? ഉത്തരം 2 മുതൽ 8 വരെ. 3-ാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. 4-ാമത്തെ ചോദ്യം, മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്ത്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. 5-ാമത്തെ ചോദ്യം, എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ദാനം. 6-ാമത്തെ ചോദ്യം, ശാശ്വതമാണെന്ന് പറയുന്നത് എന്ത്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. 7-ാമത്തെ ചോദ്യം, അതിനോടെന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധിക്കില്ല. ഏതിനോട്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികളോട്. 8-ാമത്തെ ചോദ്യം, ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുന്നത് എന്തിനെ? ഉത്തരം കടന്നുപോയ ഓരോന്നിനെയും. 9-ാമത്തെ ചോദ്യം, സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? ഉത്തരം ന്യായപീഠത്തിൽ. 10-ാമത്തെ ചോദ്യം, മനുഷ്യന് എന്തിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നാണ് പറയുന്നത്? ഉത്തരം തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ. 11-ാമത്തെ ചോദ്യം, ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം മനുഷ്യരും മൃഗങ്ങളും. 12-ാമത്തെ ചോദ്യം, 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. 13-ാമത്തെ ചോദ്യം, എവിടെയും അനീതി. ഈ തലക്കെട്ട് എത്രാമത്തെ അധ്യായത്തിലാണ്? ഉത്തരം 3-ാമത്തെ. 14-ാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ 3:11 സമാനമായ പുതിയ നിയമഭാഗം ഏത്? ഉത്തരം റോമ 11:33. 15-ാമത്തെ ചോദ്യം, പൊടിയിൽ നിന്നുണ്ടായി പൊടിയിലേക്ക് മടങ്ങുന്നു. സഭാപ്രസംഗകനിലെ ഈ വാക്യം കാണുന്ന മറ്റൊരു പഴയ നിയമഭാഗം ഏത്? ഉത്തരം ഉൽപ്പത്തി 2:7. 4-ാമത്തെ അധ്യായം 1-ാമത്തെ ചോദ്യം, അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം മർദ്ദിതർ. 2-ാമത്തെ ചോദ്യം, ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാർ ആര്? ഉത്തരം മരിച്ചുപോയവർ. 3-ാമത്തെ ചോദ്യം, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ഭാഗ്യവാന്മാർ ആരാണ്? ഉത്തരം
ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യനു കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. നാലാമത്തെ ചോദ്യം, എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും എന്തിൻ്റെ ഫലമാണ്? ഉത്തരം, മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണ്. അഞ്ചാമത്തെ ചോദ്യം, ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? ഉത്തരം, ഭോഷൻ. ആറാമത്തെ ചോദ്യം, ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം എന്ത്? ഉത്തരം, ഒരു പിടി സ്വസ്ഥത. ഏഴാമത്തെ ചോദ്യം, പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്തിന്? ഉത്തരം, അധ്വാനത്തിന്. എട്ടാമത്തെ ചോദ്യം, ഡാഷ് എത്രയായാലും അവന് മതിവരുന്നില്ല. ഉത്തരം, ധനം. ഒമ്പതാമത്തെ ചോദ്യം, ഡാഷ് വീണാൽ താങ്ങാൻ ആരുമില്ല. അവൻ്റെ കാര്യം കഷ്ടമാണ്. ഉത്തരം, ഒറ്റയ്ക്കായിരിക്കുന്നവൻ. പത്താമത്തെ ചോദ്യം, ഡാഷ് വേഗം പൊട്ടുകയില്ല. ഉത്തരം, മുപ്പിരിച്ചരട്. 11ാമത്തെ ചോദ്യം, ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ആരാണ്? ഉത്തരം, നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. 12ാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ 4:14 പ്രകാരം ഒരുവന് കാരാഗൃഹത്തിൽ നിന്നും എവിടെ എത്താൻ കഴിയും? ഉത്തരം, സിംഹാസനത്തിൽ. 13ാമത്തെ ചോദ്യം, അവൻ്റെ പ്രജകൾക്ക് എണ്ണമില്ല. ആരുടെ? ഉത്തരം, കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്തിയവൻ്റെ. 14ാമത്തെ ചോദ്യം, ഇത് മിഥ്യയും പാഴ്വേലയുമാണ്. 4-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം ഈ വാക്യം ആവർത്തിക്കുന്നു? ഉത്തരം, 2.